അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പല രക്ഷിതാക്കളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നത് ഓർമ്മയിൽ ഇരിക്കുന്നില്ല, ഓർമ്മശക്തിയില്ല. ചോദിക്കുമ്പോൾ പറയും പിന്നീട് അത് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ. എന്നാൽ ആ കുട്ടിയെ മാറ്റിയെടുക്കാൻ, ആ കുട്ടിക്ക് നല്ല ഓർമ്മശക്തി കിട്ടാൻ, ആ കുട്ടിയുടെ ബുദ്ധി വികസിക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 3 വട്ടമാണ് ഈ ബൈത്തിനെ എഴുതേണ്ടത്. എഴുതേണ്ടത് നല്ലൊരു ചില്ല് പാത്രത്തിലാണ് എഴുതേണ്ടത്. 3 ബൈത്തുകളാണ്. ഈ 3 ബൈത്തും മുമ്മൂന്ന് പ്രാവശ്യം എഴുതണം. ആദ്യം ഒരു ബൈത്ത് 3 പ്രാവശ്യം എഴുതണം. പിന്നെ രണ്ടാമത്തെ ബൈത്ത് 3 പ്രാവശ്യം എഴുതണം. മൂന്നാമത്തെ വരി 3 പ്രാവശ്യം എഴുതണം. ഇങ്ങനെ 3 പ്രാവശ്യമാണ് എഴുതേണ്ടത്. ഒറ്റ ഹർഫിലാണ് എഴുതേണ്ടത്. ഹർക്കത്ത് ഇടേണ്ടതില്ല. ശേഷം എന്ത് ചെയ്യണം? നല്ല പനനീർ കൊണ്ട് മായിച്ചിട്ട് അതില് അലന്നഷറ സൂറത്തിനെ 11 വട്ടം ഓതി മന്ത്രിക്കണം. ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ബൈത്തിനെ 11 വട്ടം ചൊല്ലി മന്ത്രിക്കണം. ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ 3 ഫാത്തിഹയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 3 ഫാത്തിഹയും 3 സ്വലാത്തും ചൊല്ലണം. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. നാരിയത്ത് സ്വലാത്താകാം, സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്താകാം, സ്വലാത്തു തിബ്ബാകാം. ഇങ്ങനെ ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. 3 സ്വലാത്ത് അതിൽ ചൊല്ലി മന്ത്രിക്കണം. എന്നാൽ കുട്ടിക്ക് നല്ല പഠിപ്പ് കിട്ടും, നല്ല ഓർമ്മശക്തി കിട്ടും. ഏതാണ് ഈ 3 ബൈത്ത്? ഇൻഷാ അല്ലാഹ് ഇതാണ് ആ 3 ബൈത്ത്. വസല്ലൈതു ഫി സാനി അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി മൻ സാഖ ളലാലത വൽ അലത് സഅൽതുക ബിൽ ഇസ്മിൽ മുഅല്ലാമി ഖദ്റുഹു ബിഅജിന്നഹു ജിൻജല്ല ജൽജൂതും ജൽജലത് ഫകുൻ യാ ഇലാഹി ഫകുൻ യാ ഇലാഹി കാശിഫ ദുർരി വൽ ബലാ ബിഹയ്യിൻ ജലാ ഹമ്മി ബിഹല്ലിൻ ബിഹൽഹലത്. ഇതാണ് 3 ബൈത്ത്. വസല്ലൈതു ഫിസാനി അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി മൻ സാഖ ളലാലത വൽ അലത്. അതിന് 3 പ്രാവശ്യം അങ്ങനെ എഴുതണം. പിന്നെ 3 പ്രാവശ്യം എഴുതേണ്ടത് സഅൽതുക ബിൽ ഇസ്മിൽ മുഅല്ലാമി ഖദ്റുഹു ബിഅജിന്നഹു ജിൻജല്ല ജൽയൂതും ജൽജലത്. അതിന് 3 പ്രാവശ്യം എഴുതണം. ശേഷം ഫകുൻ യാ ഇലാഹി കാശിഫ ദുർരി വൽ ബലാ ബിഹയ്യിൻ ജലാ ഹമ്മി ബിഹല്ലിൻ ബിഹൽഹലത്. ഇതിനെയും 3 പ്രാവശ്യം എഴുതണം. എഴുതിയിട്ട് അതിനെ പനനീർ കൊണ്ട് മായിച്ചിട്ടാണ് കുടിക്കേണ്ടത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹത്തായ മക്കളാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.